ഹലോ ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ ഷവോമി ഇന്ന് രണ്ട് പുതിയ ഫോണുകൾ കൂടി അവതരിപ്പിച്ചു. അതായത് അവരുടെ Mi 10T സീരീസിലെ Mi 10Tയും Mi 10T പ്രോയുമാണ് അവർ ഇന്ന് അവതരിപ്പിച്ച രണ്ട് ഫോണുകൾ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് ഫോണുകളുടെയും ഒരു കംപ്ലീറ്റ് റിവ്യൂ, അതോടൊപ്പം ഈ ഫോൺ അവതരിപ്പിക്കപ്പെട്ട പ്രൈസിൽ അതൊരു മികച്ച ചോയ്സ് ആണോ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, ഈ Mi 10T സീരീസിലെ രണ്ട് ഫോണുകളുമായ Mi 10Tയും Mi 10T പ്രോയും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഫോണുകളാണ്. അതായത് ഏറെക്കുറെ എല്ലാ മേഖലകളിലും രണ്ട് ഫോണും ഒരേപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഫോണുകളുടെ ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ Mi 10T സീരീസിലെ രണ്ട് ഫോണുകളിലും ഒരേ ഡിസ്പ്ലേ സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതായത് 6.67 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു ട്രൂ കളർ ഡോട്ട് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ Mi 10Tയിലും 10T പ്രോയിലും നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ 144 ഹെർട്സിന്റെ ഒരു കൂടിയ റീഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ രണ്ട് ഫോണുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും നമുക്ക് അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ എന്നൊരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൽ നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, അതായത് ഇപ്പൊ നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് 144 ഹെർട്സോ അല്ലെങ്കിൽ 120 ഹെർട്സോ ആയിട്ട് സ്വിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ആ ഗെയിമിംഗ് വിട്ടിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക, അല്ലെങ്കിൽ നമ്മളൊരു സിനിമ കാണുക, അല്ലെങ്കിൽ നമ്മളൊരു വെബ് സീരീസ് കാണുക, അന്നേരം അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ സ്ക്രീൻ റീഫ്രഷ് ആയിട്ട് റെഡ്യൂസ് ചെയ്ത് 60 ഹെർട്സോ അല്ലെങ്കിൽ 50 ഹെർട്സോ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിൽ അനാവശ്യമായി പോകുന്ന ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫീച്ചർ എന്ന് പറയുന്നത് സാധാരണ പല ഫോണുകളും കണ്ടുവരാത്ത ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. ഇനി റിയർ സൈഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൽ HDR10ന്റെ സപ്പോർട്ട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് ഇതിൽ TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷനും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ റീഡിംഗ് മോഡ് 3.0യും സൺലൈറ്റ് ഡിസ്പ്ലേ 3.0യും 360 ഡിഗ്രി ആംബിയന്റ് ലൈറ്റ് സെൻസറും അടക്കം എല്ലാവിധ ഡിസ്പ്ലേ ഫീച്ചറുകളും നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകൾ, അതായത് Mi 10T സീരീസിലെ രണ്ട് ഫോണുകളും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മറ്റു ഒരു ഫോണിന് മുട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ രണ്ട് ഫോണിൽ ലഭിക്കുന്നത്. ഈ പെർഫോമൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോണിലും സ്നാപ്ഡ്രാഗൺ 865 ആണ് പ്രൊസസ്സറായിട്ട് ലഭിക്കുന്നത്. ഈ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ഫോണിലും 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്നാപ്ഡ്രാഗൺ 865 എന്നത് ഒരു 7nm പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഡെയിലി ലൈഫിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഗെയിമിംഗ് കളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് യാതൊരുവിധ ഇഷ്യൂസും ഉണ്ടാകുന്നില്ല. കാരണം പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഫോണിൽ നല്ലതാണ്. അതോടൊപ്പം നമുക്ക് ഇതിൽ LPDDR5 റാമും കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. ഇനി സോഫ്റ്റ്വെയർ വേർഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ MIUI 12 ആണ് ലഭിക്കുന്നത്. ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ രണ്ട് ഫോണിലും സെയിം ആയിട്ടുള്ള ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് ഒരു നല്ല ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ലഭിക്കുന്നത്. നമുക്ക് യാതൊരുവിധ ന്യൂനതകളും പറയാൻ സാധിക്കുന്നില്ല. Mi 10Tയും Mi 10T പ്രോയും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് Mi 10T പ്രോയിൽ നമുക്ക് 108 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയാണ് നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് Mi 10Tയിലാണെങ്കിൽ 64 മെഗാ പിക്സലിന്റെ സോണി സെൻസറാണ് ലഭിക്കുന്നത്. ഈ രണ്ട് ഫോണുകളിലും നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. Mi 10T പ്രോയിൽ നമുക്ക് 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയ്ക്ക് പുറമെ നമുക്ക് ഒരു 13 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും ഒരു 5 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ Mi 10Tയിലാണെങ്കിൽ നമുക്ക് ഇവിടെ 108 മെഗാ പിക്സലിന് പകരം 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്, അത് സോണി. അതിന് പുറമെ ഒരു 13 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും ഒരു 5 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി സെൽഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോണുകളിലും 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ Mi 10T പ്രോയിലെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ആ പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഇന്നേ വരെ കണ്ടുവരാത്ത ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ Mi 10Tയിൽ നമുക്ക് 64 മെഗാ പിക്സലിന്റെ ക്യാമറ അത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഈ രണ്ട് ഫോണിലും നമുക്ക് വലിയ ന്യൂനതകൾ പറയാൻ സാധിക്കുന്നില്ല. കാരണം രണ്ട് ഫോണിലെയും ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് അത്രയ്ക്കും മികച്ചത് തന്നെയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഫോണിലും ലിക്വിഡ് കൂൾ ടെക്നോളജി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ ഒരു പരിധി വിട്ട് ഹീറ്റ് ആവുന്നുമില്ല. ഇനി നമുക്ക് ഈ രണ്ട് ഫോണിലും NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഫോണുകളിൽ IR ബ്ലാസ്റ്ററും സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് അൺലോക്ക് അടക്കം എല്ലാവിധ സെൻസറും കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഇനി Mi 10T സീരീസിലെ ഫോണുകളുടെ പ്രൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ Mi 10Tയിൽ രണ്ട് പേരാണ് ലഭിക്കുന്നത്. ബേസ് വേരിയന്റ് ആയ 6GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 35,999 രൂപയാണ്. കൂടിയ വേരിയന്റ് ആയി 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 37,999 രൂപയുമാണ്. ഇനി Mi 10T പ്രോയുടെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒറ്റ വേരിയന്റ് ലഭിക്കുന്നുള്ളൂ. അതെന്ന് പറയുന്നത് 8GB 128GB ആണ്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 39,999 രൂപയുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ Mi 10T സീരീസിലെ രണ്ട് ഫോണുകളും, അതായത് Mi 10T ആണെങ്കിലും Mi 10T Pro ആണെങ്കിലും ആ ഇറങ്ങിയിരിക്കുന്ന പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. എന്നാലും എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഫോൺ ഒരു അല്പം കൂടി പ്രൈസ് കുറഞ്ഞാണ് വന്നിരുന്നതെങ്കിൽ ഇത് നല്ലൊരു കോമ്പറ്റീഷൻ കൊണ്ടുവന്നേനെ. കാരണം ഈ ഫോണിൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഫീച്ചറുകൾ ഒന്നുമില്ല. അപ്പോൾ ഈ ഫോൺ ഒരു 37 അല്ലെ 36 മാക്സിമം വരുന്നതെങ്കിൽ ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും ഈ ഫോൺ ഇപ്പോഴും മികച്ചത് തന്നെയാണ്. ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. കാരണം ഈ ഫോണിൽ നമുക്ക് പല ഫോണുകളിലും കണ്ടുവരാത്ത ഒരുപാട് മികച്ചതായിട്ടുള്ള പുതിയ ഫീച്ചറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ എന്നെ അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നിടം വരെ ബൈ.